SUV-ല് 4-5 വണ്ടികളുണ്ട്. ഫസ്റ്റ് വണ്ടി വരുന്നത് XUV 2014 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടി. അതില് XVD എന്ന് വരുന്ന XV-ല് ഡീസൽ ഓപ്ഷൻ. അപ്പൊ മൈലേജ് 15 റേഞ്ചിൽ മൈലേജ് വരും. അതില് 110 PS ആണ്. പുള്ളിങ് അത്യാവശ്യം ഉണ്ടാവും. എയർ ബാഗ്, ABS, EBD, അലോയ്സ്, ഫ്രണ്ട് ഫോഗ് വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ വരും, ഡീഫോഗർ വരും. ഒട്ടുമിക്ക ഓപ്ഷൻസും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഫുൾ ഓപ്ഷനിൽ വരുന്നുണ്ട്. എത്ര രൂപ നമ്മൾ ചോദിക്കുന്നത്? ഇതിന് 4,30,000 രൂപ. 4,30,000 നമുക്ക് ലോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു 4 lakhിന് അടുത്തൊക്കെ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് ബെൻസ്, പാവപ്പെട്ടവന്റെ. അതെ, എല്ലാരും മനസ്സിലാക്കട്ടെ. 2010 മോഡല്, കേരളത്തില് തേർഡ് ഓണർഷിപ്പ് ആയ വേണ്ടിട്ടോ. ചില റിന്യൂവൽ കഴിഞ്ഞ് 2030 വരെ പേപ്പർ വാലിറ്റി ഉള്ള 220D എന്ന് പറഞ്ഞ പേപ്പർ വാലിറ്റി ഉണ്ട്. റിന്യൂവൽ എടുത്ത വണ്ടി കേട്ടോ. വണ്ടി അത്രയും ബോഡി ക്വാളിറ്റി ഉണ്ട്. C ക്ലാസ്സിൽ 220 വരുന്നുണ്ട്. സാധാരണക്കാരന് എടുക്കട്ടെ ബെൻസ് അല്ലേ? എത്ര രൂപ ചോദിക്കുന്നത്? ലോണ് കയറില്ല. നിങ്ങൾക്ക് പ്രൈവറ്റ് ലോണ്, സേഫ് ലോണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഒരു പേയ്മെന്റ് വാങ്ങാൻ പറ്റും. 6,40,000 രൂപ. 6,40,000 അല്ലേ? റൂഫ് ഒക്കെ ഉള്ള ടോപ്പ് എൻഡ് വണ്ടി. 6,40,000. അടുത്ത വണ്ടി ഡിസയർ. 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പെട്രോൾ വണ്ടി. VXi അല്ലേ? VXi എന്നുള്ള മിഡിൽ ഓപ്ഷൻ വേരിയന്റ് വരുന്ന വണ്ടി. 17 ആണ്. 49,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4,95,000. ഇതിന് നമുക്ക് 4,15 വരെ ലോൺ ചെയ്ത് കൊടുക്കാം പറ്റും. വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. വൃത്തിയുള്ള വണ്ടി നോക്കുന്ന ഒരാൾക്ക് ധൈര്യം എടുക്കാം. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ വൃത്തി കൊണ്ടുവരുന്ന ഒരു കസ്റ്റമറാണ് പ്രീവിയസ് കസ്റ്റമർ. നല്ല വണ്ടി. അല്ലെങ്കിലും അത്യാവശ്യം നല്ല വണ്ടിക്ക് അത്യാവശ്യം വിലയുണ്ടോ. എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഒരു വണ്ടി യൂസ് ചെയ്യാണ്, നിങ്ങളുടെ വീട്ടിൽ നല്ല വണ്ടിയാണ്. ഇപ്പൊ എക്സൈസ് ടീം വന്നാൽ നിങ്ങൾ എന്താ പറയാ, ഈ വണ്ടിക്ക് ഇത്ര കിട്ടിയാലേ ഞാൻ കൊടുക്കുള്ളൂ. പിന്നെ വില കുറച്ച് കൊടുക്കുക നിങ്ങൾ എപ്പോഴാണ്? എന്തെങ്കിലും പരിക്ക് എപ്പോഴാണ് പോവുക, എന്തെങ്കിലും റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഓണർഷിപ്പ് കൂടുമ്പോഴാണ് നിങ്ങൾ സർവീസ് ചെയ്താലും അത് റെഡി ആവാത്ത ചില കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ച്. 2018 മോഡൽ ZDI, സിംഗിൾ ഓണർഷിപ്പിൽ 62,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടി. എത്ര രൂപ ചോദിക്കുന്നു? ഇത് 8 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 8 ലക്ഷം രൂപയ്ക്ക് 2018 ZDI. അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ കുറവട്ടെ. ചില നമുക്ക് ഡീസൽ വണ്ടിയിൽ കിട്ടുന്ന ഓട്ടം കുറഞ്ഞ വണ്ടി. ഡീസൽ വണ്ടിയിൽ നമുക്ക് 20 ലക്ഷം വണ്ടി ഇല്ല. മാരുതിന്റെ ഡീസൽ വണ്ടി 20 ലക്ഷം ഇല്ല. പെട്രോൾ മാത്രമേ ഉള്ളൂ. അപ്പം ആ ഒരു ഇതിൽ നമുക്ക് മൈലേജ് ഉള്ള ഒരു വണ്ടി കൊടുക്കാം. ഓണർഷിപ്പ് കുറവാണ്, സിംഗിൾ ഉള്ളൂ, കിലോമീറ്ററും കുറവാണ്. ഡീസൽ വണ്ടിനെ അപേക്ഷിച്ച് രണ്ടും കുറവാണ്. അപ്പൊ നമുക്ക് ഓണർഷിപ്പ് അല്ല, കിലോമീറ്റർ കൂടിയാണെങ്കിൽ നമുക്ക് ഇതിലും കുറഞ്ഞ വണ്ടി കിട്ടും. അതിൽ ഇത്രയും വില വരില്ല.